വല്ല സാമ്പാർ ഉണ്ടെങ്കിൽ താ. ഓ അപ്പൊ അതാണ് പ്രശ്നം. ഇഡ്ഡലിക്കല്ല. ഇഡലി തിന്നണമെങ്കിലേ സാമ്പാർ വേണം. അയ്യോ സാമ്പാർ ഇല്ലല്ലോ കുഞ്ഞെ. അദ്ദേഹത്തിന്റെ സ്വഭാവം കുഞ്ഞിനറിയാലോ. ചമ്മന്തി ഉണ്ടാവുമ്പോ സാമ്പാറില്ല, സാമ്പാർ ഉണ്ടാവുമ്പോ ചമ്മന്തി ഇല്ല. ചെലവ് കൊടുക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ. കുഞ്ഞുള്ളത് കൂട്ടിയാണ്ട് കഴിക്കേ. തന്നെ തന്നെ കഴിച്ചാ മതി. നിക്കടാ അവിടെ. എന്താ ഇവിടെ പ്രശ്നം? ഇഡ്ഡലി കഴിക്കാൻ സാമ്പാർ ഉണ്ടോ എന്ന് അന്വേഷിച്ചതാ. ഇഡ്ഡലി സാമ്പാർ എന്നാണല്ലോ അതിന്റെ പ്രയോഗം. ഇഡ്ഡലി ചമ്മന്തി. ആ മതി 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 മതി, അധികം വിസ്തരിക്കണ്ട. ഒക്കെ ഞാൻ കേട്ടു. എല്ലാം കൊടുത്ത് കൊഴിപ്പിച്ച് വിട്ടേക്കണം. ക്ലാസ്സിലിരുന്ന് സ്വപ്നം കാണാനും രാത്രി ഉറങ്ങാതിരുന്ന് പ്രേമിക്കാനും. പൊയ്ക്കോ. പക്ഷെ ഈ പോക്കുണ്ടല്ലോ അത് ഇവിടെ നടക്കില്ല. പഠിച്ച് നന്നാവാനാ എന്റെ ചേച്ചി നിന്നെ എന്റെ കൂടെ താമസിപ്പിച്ചിരിക്കുന്നത്, അല്ലാതെ പ്രേമിച്ച് നശിക്കാനല്ല. ഓ ഇദ്ദേഹം ഒന്ന് അടങ്ങണം. ഇതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. താനാണ് അവനെ ഉയ്യാരിച്ച് വഷളാക്കിയത്. അവൻ മറ്റവളെ കൊണ്ട് നടക്കുക. താൻ തന്നെ പറഞ്ഞൊന്ന് വിലക്കേക്കണം. പ്രൊഫസർ ബാലേന്ദ്ര മേനോന്റെ അന്തസ്സ് അഭിമാനവും പന്താടാൻ ഇവിടെ ആർക്കും ലൈസൻസ് കൊടുത്തിട്ടില്ല. നിനക്കെന്താ അടുക്കള കാര്യം? ഒന്നുമില്ല. എന്നാ പോയി എന്റെ പണി നോക്ക്. ഓ എന്റെ ദൈവമേ, ഇങ്ങനെയും ഒരാള്. നമസ്കാരം. സാറ് ഷോപ്പിംഗ് കഴിഞ്ഞുള്ള വരവായിരിക്കും. ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ പിന്നെ ആരാ ഉള്ളത്? അപ്പൂളല്ലായിരുന്നു. ഓ അയാൾക്ക് അവിടെ പിടിപ്പത് പണിയുണ്ട്. പിന്നുള്ളത് അനന്തരവനാ. അവനെവിടാ നേരം. ഒന്നുമില്ല, കൈ ചെറുതായിട്ടൊന്നും സാരമില്ല. കുഴപ്പമില്ല. എടോ വല്ലതും പറ്റിയോ? കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കൊച്ചല്ലേ രാഹുലല്ലേ? അതെ. എന്താ സ്പീഡ് ഓടിക്കുന്നത്? ബൈക്ക് ഓടിക്കുമ്പോ വളരെ ശ്രദ്ധിക്കണ്ടേ? അത് ഒരു പെൺകുട്ടിയെ മരിച്ചോണ്ട് വളരെ പറ്റിയ പോലെ. എന്താ കുഴപ്പം വല്ലതും ഉണ്ടോ? ഇല്ല, രക്ഷപ്പെട്ടു. ഒന്ന് മിന്നായിരുന്നേ രണ്ടും തീർന്നു കിട്ടിയേനെ. രണ്ടുപേരുണ്ടായിരുന്നു. ആ ഒരു ചെറുപ്പക്കാരൻ പയ്യനും കൂടെ ഒരു വെട്ടുകിളിയും. ഇതിനൊന്നും ചോദിക്കാനും പറയാനും വീട്ടിൽ ആളില്ലാത്തതാ കുഴപ്പം. അതുള്ളതാ. സാറിന്റെ അനന്തരവനാ കക്ഷി. കൂടെ ഒരു പെൺകുട്ടി. കുഞ്ഞു വന്നു. പിള്ളച്ചേട്ടാ, പിള്ളച്ചേട്ടോ, ഇതെന്തിരിപ്പാ അത്? ഒന്ന് തുറക്ക്. കുറെ നേരമായല്ലോ. പിള്ളച്ചേട്ടോ, എത്ര നേരം ഇവിടെ നിൽക്കുന്നേ? ഇരിയുടെ അവിടെ. ഇനി അടിക്കാൻ എന്നെ കൊണ്ടാവില്ല. കുഞ്ഞു വല്ലാണ്ട് ശോഭിച്ചിരിക്കുക. എന്നെ തടയരുത്. എന്നാ പിന്നെ അവന്റെ ജംഗമ സാധനങ്ങൾ എടുത്തോണ്ട് പോകും. അതോടെ ഗേറ്റിൽ നിന്നാവട്ടെ അവനെ പോക്കും. ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ. ഈ ഗേറ്റ് എന്തിനാ പൂട്ടിയിട്ടിരിക്കുന്നത്? ഒരാൾ വന്നാലെങ്കിലും തുറന്നു തരേണ്ട മര്യാദയില്ലേ? എത്ര നേരമായി വിളിക്കുന്നേ? വന്നിപ്പോ ചെവിയും കേട്ടൂടെ? കേൾക്കരുതാത്തത് ഓരോന്ന് കേട്ട് കേട്ട് എന്റെ ചെവി പൊട്ടായി തുടങ്ങി. പതിവിന് വിപരീതമായി ചിലതൊക്കെ കേട്ടെന്ന് വരും. മൈൻഡ് ചെയ്യണ്ട. ഒരു അക്ഷരം ഉണ്ടാതെ മുറിയിലേക്ക് പോയിക്കൊള്ളണം. ബാക്കി ഞാൻ ഏറ്റു. എന്താ ഏറ്റെന്നാ? അല്ല, എന്താ പ്രശ്നം? എന്ത് പറ്റി പിള്ളച്ചേട്ടാ? എന്താ പ്രശ്നം പറ. എന്തോ അമ്മേ, തുറക്ക. ആ നിക്കടാ അവിടെ. ഇനി നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. നിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. വേഗം സ്ഥലം കാലിയാക്കണം. ഒരടിയകത്തേക്ക് വെക്കരുത്. ഇപ്പോൾ ഇവിടെ വെച്ച് ഈ സമയം നമ്മുടെ ബന്ധം പിരിയുന്നു. ഇനി ഞാൻ നിന്റെ അമ്മാവനുമല്ല, നീ എന്റെ അനന്തരവനുമല്ല. ഇറങ്ങ. ഇതെന്ത് ഭ്രാന്ത കാണിക്കുന്നത്? കുഞ്ഞു മുകളിലേക്ക് പോ. ഞാനാ പറയുന്നത്. താനൊന്നും പറയണ്ട. എടുക്കണം നിന്റെ കെട്ട്. കണ്ട പെമ്പിള്ളാരെയും കൊണ്ട് കറങ്ങി കിടക്കുന്ന നീ ബാലചന്ദ്ര മേനോന്റെ അനന്തരവനാണെന്ന് പറയുന്നത് കേൾക്കാൻ ഇനി എനിക്കാവില്ല. ഇന്ന് കേട്ടു, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയും ചെയ്തു. ബൈക്കിലിരുത്തി കറങ്ങാൻ നിനക്ക് കിട്ടിയ ആ സാധനത്തിനെ കണ്ടു. വേണ്ട, ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കാൻ പാടില്ല. പിള്ളേ, ഇവന് നാട്ടിലേക്ക് പോകാനുള്ള പൈസ ഞാൻ തന്നെ ഏൽപ്പിച്ചിട്ടില്ലേ? അത് കൊടുത്തങ്ങ് വിട്ടേക്ക്.
ഇത്ര വേഗം മുറിച്ചു മാറ്റാവുന്ന ബന്ധമാണോ ഇദ്ദേഹം രാഹുലിനും തമ്മിലുള്ളത്? കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നു തോന്നുന്നുണ്ടോ? ആ നിമിഷം അവർ ആത്മഹത്യ ചെയ്യും. ആകപ്പാടുള്ളൊരു അന്തര്യ. കുഞ്ഞ് പോവുക, തിരിച്ചു വിളിക്കട്ടെ. എൻ്റെ ഭഗവാനെ, ഞാൻ ഇനി എന്ത് ചെയ്യൂ? എടോ പിള്ളേ, എന്തോ? അവൻ പോയോ? പോയി. താമ്പാ എങ്ങോട്ട്? റെയിൽവേ സ്റ്റേഷനിലേക്ക്. വണ്ടി വരാറായി, അവൻ അവിടെ കാണും. ഇദ്ദേഹം പോണ്ട. ആ. കുഞ്ഞ് എവിടെയും പോയിട്ടില്ല. മോളിലത്തെ മുറിയിലുണ്ട്. പോയില്ലേ? ഉം. എന്താ പോകാത്തത്? ഏ? ഞാൻ പറഞ്ഞല്ലേ അവനോട് പോവാൻ. എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം താനാ. ആ. അവൻ നശിച്ചു. ഇനി ഇങ്ങനെ എങ്ങാനും കണ്ട അവനെ കാലിയാൻ തല്ലി പിടിക്കും. ഇങ്ങനെ ഒരുത്തനെ സഹിക്കാൻ ബാലേന്ദ്രം എന്ന് പറ്റില്ല. ഹ്. ഇന്നെല്ലാം കഴിഞ്ഞു എന്ന് കരുതിയതാ. അങ്കിൾ അത്ര ചൂടിലായിരുന്നു. നമുക്ക് ആക്സിഡന്റ് പറ്റിയെടുത്ത് അങ്കിൾ ഉണ്ടായിരുന്നു. നമ്മളെ കാണുകയും ചെയ്തു. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ. പിന്നെ എങ്ങനെയോ വീട്ടിൽ കയറി. ഇനി എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. രാഹുൽ, എന്താടാ വിരണ്ടു നിൽക്കുന്നത്? ഏയ് ഇനി അടുത്ത് വാ. വല്ലതും പറ്റിയോ നിനക്ക്? വല്ലതും പറ്റിയെങ്കിൽ പറ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഏയ് ഒന്നും പറ്റിയില്ല. ഭാഗ്യം, മഹാഭാഗ്യം. വല്ലതും സംഭവിച്ചെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഉറങ്ങിക്കോ. ഉം. ആ. ആ. ഉം, ഉം. എന്താടോ ലെറ്റർ ബോക്സിൽ നിന്ന് എടുത്ത് വെക്കാതിരുന്നത്? അല്ല, ഇതെപ്പോ വന്നു? 11 മണിക്കാൻ ബോക്സ് നോക്കിയതല്ലേ? നോക്കി തനിക്ക് അശ്രദ്ധ കുറച്ച് കൂടുന്നുണ്ട്. ചേച്ചി വന്നിട്ടുണ്ട്. തനിച്ചോ? അല്ല, എല്ലാരും ഉണ്ട്. എന്തുവാടോ ഇത്? ഇനി എന്തിനാ കാര്യം എഴുതുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഫുൾ ടീം ഉണ്ടെന്ന്. ഫുൾ ടീം. താങ്കളും ഡാൻസ് ചെയ്യാതെ എടുത്ത് കളയടോ. നീ എന്താടാ പ്രൊഫസർ ഇത്രയും താമസിച്ചത്? നിങ്ങളൊക്കെ പോന്നു? ഞങ്ങൾ വന്നിട്ട് കുറെ നേരമായി. ഇവന്റെ ഒരു കോലം കണ്ടില്ലയോ? അങ്ങ് ഉണങ്ങി നെത്തോലി പോലെ ആയി. ഇത് തന്നെ. സമയത്തും കാലത്തും വായിക്ക് രുചിയായിട്ട് വല്ലതും ഉണ്ടാക്കി കൊടുക്കാൻ ഇവിടെ ആരാ ഉള്ളത്? തനിക്ക് എന്തുവാടോ പണി? സാറിന്റെ കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ എന്താ? ഇവിടെ ആർക്ക് എന്ത് കുഴപ്പം? അല്ലേ, ചോദിച്ചത് കേട്ടില്ലയോ? എന്തുവാ കുഴപ്പമൊന്നും? ഇത് പണ്ടേ ഉള്ള സ്വഭാവമാ. ഒരു കാര്യം ശ്രദ്ധിക്കത്തേയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോഴേ കരുതിയതാ കുറച്ച് ദിവസം ഇവിടെ നിന്ന് നിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. ഇനിയിപ്പൊ ദിവ്യമോളുടെ അഡ്മിഷൻ ശരിയാവുന്നത് വരെ സമയവും ഉണ്ടല്ലോ. ഞാൻ നോക്കിക്കോളാം. എന്റെ ദൈവമേ, എന്താടാ നിനക്കൊരു ഭാരം പോലെ? അല്ല ദൈവമേ, നന്നായി പറയായിരുന്നു. അളിയെന്താ വീട് മുഴുവൻ തുപ്പി നിറയ്ക്കാൻ പോവാണോ? വായിക്കൊല്ല അസുഖമുണ്ടോ? എന്ത് വാക്കായാലും അത്ര നല്ലതല്ല. താനൊരു വൃത്തികെട്ട മൃഗമായി പോയല്ലോടോ. കണ്ടാലോ അതോ നിലത്താണോ സേർട്ടൂറ്റിയും തീപ്പെട്ടിക്കൊള്ളൊക്കെ വലിച്ചെറിയുന്നത്? അയ്യോ, ഞാനിതൊന്നും ഉപയോഗിക്കാറേ ഇല്ല. കുറച്ച് വെള്ളം എടുത്തോണ്ട് കഴി വൃത്തിയാക്ക്. ചെല്ലടോ. ആ കുടയിങ് താങ്കൾ. നിന്റെ അഡ്മിഷൻ ശരിയായില്ലേ? അടുത്ത ആഴ്ച അറിയാം. നല്ല മാർക്ക് ഉണ്ടല്ലോ അല്ലേ? അതോ ചേട്ടനെ പോലെ തന്നെയോ? അതെന്താടാ നീ അങ്ങനെ ചോദിച്ചേ? രാഹുൽ ശരിക്കൊന്നും പഠിക്കുന്നില്ലയോ? എന്താടി അവനൊന്നും പഠിക്കുന്നില്ലയോ? എന്റെ മോന് 100 ആയുസാ. നിന്റെ കാര്യം പറഞ്ഞങ്ങ് നാക്കെടുത്തത്. നിങ്ങളൊക്കെ എപ്പ എത്തി? ഞങ്ങൾ ഉച്ചയ്ക്ക് മുമ്പേ എത്തി.
നീ അങ്ങ് നെത്തോലി പോലെ മെലിഞ്ഞു പോയല്ലോടാ. നീ ഇതെന്തിനാ എല്ലാരെയും കയറി നെത്തോലി നെത്തോലി എന്ന് പറയുന്നത്? വല്ല കരുവാടിന്റെയും പേര് പറ. അവനെ കണ്ടാ നല്ല നെയ്മീനിനെ പോലെയല്ലേ ഇരിക്കണത്. സത്യം ചേട്ടനിപ്പോ നല്ല സ്റ്റൈലാ. ഓടി ഓടുന്ന പുറത്ത് കോളേജ് വിട്ട് നീ ഇത്രയും നേരം എവിടെ കിടന്ന് കറങ്ങിയടേ? കോളേജ് വിട്ടിട്ട് 1 മണിക്കൂറല്ലേ ആവുന്നുള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മളെ മച്ചൻ അഴുക്ക പേരുകളൊന്നും ഉണ്ടാക്കിയേക്കരുത് കേട്ടാ. അയ്യോ, ഞാൻ പാലിന്റെ കാര്യം മറന്നുപോയി. പാല് മാത്രല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വാ, തേങ്ങ 2-3 കൂടുതൽ വാങ്ങിച്ചോ. തീയലൊക്കെ അവന് വലിയ ഇഷ്ടമാണ്. ഐസിട്ട മീൻ വാങ്ങരുത് കേട്ടോ. ഐസിട്ട മീൻ അവൻ കഴിക്കത്തേ ഇല്ല. വറക്കാനുള്ളതും കറിക്കുള്ളതും വെവ്വേറെ വാങ്ങണം. ഓ, മസാല കവറിലുള്ളത് മതിയേ. തനിക്കെന്തുവാടോ ഒരു ഇഷ്ടക്കേട്? കാശ് താൻ മുടക്കണ്ട, ബാലിനോട് ചോദിച്ചാ മതി. അയ്യോ എനിക്ക് വയ്യ, എല്ലാം കൂടെ നല്ലൊരു തുക വരും. ഞാനില്ല തെറി കേൾക്കാൻ. എടോ, ഓടപ്പറന്നോളം കുടുംബവും വന്നിരിക്കുന്നു. അവർക്ക് വേണ്ടി 1000-ഓ 2000-ഓ ചെലവാക്കാൻ പ്രയാസമുള്ളവനല്ല എന്റെ അനിയൻ. താൻ ചെന്ന് ചോദിക്ക. ചെല്ലേ. എന്തായി? സാമ്പാറിനുള്ളത് റെഡി. ആ, എന്റെ മേൽ ചാടി വീണിട്ട് കാര്യമില്ല. പെങ്ങൾ ഓരോന്ന് ആജ്ഞാപിക്കുന്നു, ഞാൻ അനുസരിക്കുന്നു, അത്രേ ഉള്ളൂ. ഇതൊന്നിനും തികയില്ല. ഇവിടെന്താ ഹോട്ടൽ തുടങ്ങാൻ പോകും? ഇതൊക്കെ മതി. ഓ, അവന്റെ ഒരു തമാശ. കൊടുത്തു വിടറാ. താമസ നല്ലതൊന്നും കിട്ടുകയല്ല. ഒരു 120 രൂപയും കൂടെ കൊടുത്തേ. അവക്ക് എന്തോ വാങ്ങിക്കാനാ. ഇതെന്തോ ഫ്രീ ആണെന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. പിന്നെ എന്തിനാ കാശ്? ഫ്രീ ആയിട്ട് കിട്ടുന്നൊന്നുമല്ല, അതൊരു സാധനത്തിന്റെ പേരാ. ഓ, ആ താൻ എന്തോടാ വായം പൊളിച്ച് നിൽക്കുന്നേ? ബാക്കി കാശും കൂടെ വാങ്ങിച്ച് വേഗം പോയിച്ചും വാ. അയ്യോ, സാമ്പാർ കരിഞ്ഞു. അയ്യോ, ഞാൻ എന്താ വേണ്ടത്? ഇവിടുത്തെ നാടകം കണ്ട് മടുത്തു. ഇത് അതെ, ഇരിക്കേണ്ടവർ ഇരിക്കേണ്ടടുത്ത് ഇരുന്നില്ലെങ്കിൽ അവിടെ വേറെ ആരോ കയറി ഇരിക്കുന്ന. ഇത് ഇത്രയൊക്കെ കൊണ്ട് വച്ചിരിക്കണത് കോളയുണ്ട് കേട്ടാ. എടുത്ത് ഒട്ടിക്കൂ. നല്ലതാണോ? എവിടെയോ ചിക്കൻ ഫ്രൈ കഴിക്കും, നല്ല ടേസ്റ്റ്. മീൻ വറുത്തത് വേണം. വറുത്ത മീൻ എടുക്ക്. മച്ചന എന്തൊന്നും കഴിക്കാത്തത്? വിശക്കിടില്ലായിരിക്കും കേട്ടാ. ഞാൻ അന്നേരെ പറഞ്ഞല്ലേ അങ്കിളിന് വല്ല ചമ്മന്തിയും പോരും കരുതാൻ. നീ ചുമ്മാ എന്റെ രാഹുലെ. വായ്ക്ക് രുചിയായിട്ട് ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ ആളില്ലാത്തതുകൊണ്ടാ എന്നും ഇങ്ങനെ ചമ്മന്തിയും മോരുമായിട്ട് കഴിയുന്നേ. അല്ലാതെ ശരീരത്തിൽ പിടിക്കുന്ന ആഹാരമൊന്നും വേണ്ടാഞ്ഞിട്ടൊന്നും അല്ല. അല്ലയോടാ ബാല? നല്ല ഫ്രഷ് ഫിഷ്. മമ്മിക്ക് ഡാഡിക്ക് എന്നും ഇവിടെ നിന്നൂടെ? അങ്ങനെയാണെങ്കിൽ മനുഷ്യന് വായ്ക്ക് രുചിയായിട്ട് ഭക്ഷണം കഴിക്കായിരുന്നു. സോറി അങ്കിളെ, ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞ. വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അർത്ഥമുണ്ട്, അത് മറക്കണ്ട. അയ്യോ, അവനൊരു തമാശ പറഞ്ഞല്ലോ. നീ ഇരുന്ന് ഊണ് കഴിക്കടാ. എനിക്ക് വിശപ്പില്ല. മച്ചന വന്നിരുന്ന് ഉണ്ടിട്ട് പോ. മച്ചന ഉള്ള കാര്യമായിരുന്നാലും ഉണ്ണുമ്പം പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? താൻ എന്തൊരു നോക്കിക്കണത്? അവനൊരു ചിക്കൻ കഷ്ണം കൂടെ എടുത്തു വെച്ചു കൊടുക്കി. അത് അവിടെ എടുത്തോളം വേണമെങ്കിൽ. നല്ല 1-ാം തരം ഫിഷ് ഫ്രൈ ആണ് കേട്ടാ. നമ്മളെ വീട്ടിലാണെങ്കിൽ എവള് ഇത്രയും എണ്ണയിലിട്ട് പൊരിച്ചെടുക്കില്ല. കൊണ്ടുവന്ന വെയിലത്തിട്ട് ഉടക്കി എടുത്തോ. ഇതെന്ത് പണിയാ കാണിച്ചത്? ഇദ്ദേഹം കഴിക്കാതെ എണീറ്റ് വന്നപ്പോ അവർക്കൊക്കെ ഒരു വിഷമായില്ലേ? സ്വന്തം പെങ്ങളും ഭർത്താവും കുട്ടികളും അല്ലേ, എല്ലാരും കൂടി ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ തമാശ പറയൽ സാധാരണയാണ്. അതിനൊക്കെ എങ്ങനെ കാണിച്ചാലോ? ഒറ്റത്തടിയായിട്ട് കഴിയുന്നവർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. താനാ പാലിങ്ങന്നെ. വിശപ്പുണ്ടല്ലേ? ഇദ്ദേഹത്തിന്റെ പതിവ് ഭക്ഷണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എടുത്തോട്ടെ. വേണ്ട, ഇന്നിനി വേറൊന്നും വേണ്ട. ആരാ? താനെന്തിനാ ഗേറ്റിന് കീഴിൽ വന്ന് നിൽക്കുന്നത്? ഗേറ്റിന്റെ കീഴിലല്ല, ഗേറ്റിന്റെ മുന്നിലാ നിന്നത്. മാനുഫാക്ചറിംഗ് ഡിഫക്ട് കൊണ്ട് സാറ് കാണാത്തതാ. ആരാ? വീരപ്പൻ. വീരപ്പൻ ഞാൻ. ആട്ടെ, താനെന്താ ഇവിടെ നിൽക്കുന്നത്? ഞാനൊരു വീടന്വേഷിച്ച് വന്നതാ. സാറിന് അറിയോ? ഒരു കോളേജ് മാസ്റ്ററാ, പേര് മറന്നുപോയി.
പെണ്ണ് കെട്ടാത്ത ഒരു മുതുക്കം പാർട്ടി എന്നാ ചേച്ചി പറഞ്ഞത്. ഏത് ചേച്ചി? കായംകുളത്തുകാരാ, ഒരു ലളിതാ മേനോൻ. എന്ത് കാര്യത്തിനാ വന്നത്? ഞാൻ കുക്കറാ. കണ്ടിട്ട് ഒരു മനുഷ്യനെ പോലെ ഉണ്ടല്ലോ. കുക്കർ എന്ന് വെച്ചാൽ പാചകം. ഓ. ആ, ലളിത ചേച്ചിയുടെ ഉടപ്പറന്നാനാ ഞാൻ പറഞ്ഞ മുതുക്കൻ. അവിടെ പാചകത്തിന് വന്നതാ. അത് ശരി. പിന്നെ സിറ്റിയിലാവുമ്പോ ഉപ്പും പുളിയും കലക്കാൻ അറിഞ്ഞാ മതി, കുക്കറാവാം. സാറിനറിയോ ഞാൻ പറഞ്ഞ